പത്തനംതിട്ട കൂട്ടപീഡന കേസിൽ നിന്ന് പ്രതിയെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ ആൾ അറസ്റ്റിൽ. കേസിലെ ഒന്നാം പ്രതിയുടെ സഹോദരൻ ചെന്നീർക്കര തോട്ടുപുറം സ്വദേശി ജോമോൻ മാത്യു ആണ് പിടിയിലായത്. പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ച് 8.5 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. പോലീസിനും അഭിഭാഷകനും പണം നൽകണമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. 59 പ്രതികൾ ഉൾപ്പെട്ട പത്തനംതിട്ട പോക്സോ കേസിൽ നിന്നും പ്രതിയായ മകനെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കേസിലെ പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഗുരുതര കുറ്റകൃത്യമാണ് മകൻ ചെയ്തിരിക്കുന്നതെന്നും മകനെ ജാമ്യത്തിലിറക്കുന്നതിനും കേസ് നടപടികൾക്കുമായി വലിയ തുക ആവശ്യമാണെന്നും തട്ടിപ്പ് നടത്തിയ ജോമോൻ പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചു. പോലീസിനും അഭിഭാഷകനും നൽകാൻ പണം തന്നെ ഏൽപ്പിക്കാനും ഇയാൾ പ്രതിയുടെ അമ്മയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ജനുവരി 17 മുതൽ 5 തവണകളായി പ്രതിയുടെ അമ്മ തട്ടിപ്പ് നടത്തിയ ജോമോന് 8,65,000 രൂപ നൽകി. ഇതിൽ 2 തവണ പണം നൽകിയത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം പണം നഷ്ടപ്പെട്ടതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയത് ഒന്നാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇന്നലെ വൈകിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റും രേഖപ്പെടുത്തി. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചും പൊതുജനങ്ങൾക്കിടയിൽ പോലീസ് സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും കുറ്റകൃത്യം നടത്തിയ ജോമോൻ മുൻപും സമാന സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട.